സ്വസ്ഥമായി അന്തിയുറങ്ങാൻ ഒരു കിടപ്പാടം. പണമില്ലാത്തതിനാൽ അങ്ങനെയൊരു സ്വപ്നം പോലും കാണാൻ പേടിച്ചു കഴിഞ്ഞിരുന്ന പാവങ്ങൾ. പോയ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സഹായ വാഗ്ദാനവുമായി എത്തിയ മുൻ MLA അവർ കണ്ണുമടച്ച് വിശ്വസിച്ചു. ആ വാക്കുകേട്ട് ചോരുന്നതായാലും ഉണ്ടായിരുന്ന കൊച്ചുകൂരകൾ പൊളിച്ചു. പക്ഷേ വെറുതെ വീടെന്ന പ്രതീക്ഷ നൽകുകയായിരുന്നു PV അൻവർ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽ തമിഴ്നാട്ടിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ സഹായത്തോടെ 1000 വീടുകൾ കെട്ടിക്കൊടുക്കുമെന്നാണ് അൻവർ പ്രഖ്യാപിച്ചത്. അൻവർ DMK ബന്ധം സ്വപ്നം കാണുന്ന കാലമായിരുന്നു അത്. മണ്ഡലത്തിലുടനീളം ഓഫീസുകൾ തുറന്ന് അപേക്ഷകൾ സ്വീകരിച്ചു. ഇത് പഴയന്നൂർ പൊറ്റ സ്വദേശികളായ പ്രമോദും കുടുംബവും. അൻവറിന്റെ വാഗ്ദാനം വിശ്വസിച്ച് ജീവിതം അവതാളത്തിലായവർ. താമസിച്ചിരുന്ന ഷെഡ് പൊളിച്ചു. ഇപ്പോൾ ഈ മഴക്കാലത്ത് താമസം പ്ലാസ്റ്റിക് കൂരയിൽ. ഹലോ, അൻവർക്കല്ലേ? ഇതിവിടെ പായന്നൂർ പഞ്ചായത്തിന് കരിമ്പഞ്ചേരി എന്നൊരു വീട് പണി തുടങ്ങി വെച്ചിട്ട് പോയതാണ്. ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് ഒരു സുരക്ഷിതയില്ലാത്ത സ്ഥലത്താണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? വീട് വെച്ച് തരുമോ? ഇരിക്കുന്ന വീട് അവര് പൊളിച്ചു. പിന്നെ വിളിക്കുമ്പോ പറയും ഇക്ക സ്ഥലത്തില്ല. അൻവറിന്റെ ആളുകൾ ഒരുപാട് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ വിളിക്കും. ഞങ്ങൾ വെറുതെ ശല്യപ്പെടുത്തി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ 100 കാര്യങ്ങളുണ്ട്. 2 ദിവസത്തിന്റെ ഉള്ളിൽ വിളിക്കാൻ പറയും. പിന്നെ അവര് വിളിക്കില്ല. പിന്നെ വിളിച്ച ഫോൺ എടുക്കില്ല. പിന്നെ മാറി വേറെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ ചിലപ്പോൾ എടുക്കും. പിന്നെ വീണ്ടും അന്ന് വിളിച്ചാൽ വീണ്ടും എടുക്കില്ല. 2 പെൺകുട്ടികളെയും കൊണ്ട് കിടക്കുന്ന വീടാണത്. എന്തെങ്കിലും ഇതിനൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക തന്നെ വേണം. ഇനി ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂർ സ്വദേശി അബ്ദുൾ സലാമിനെയും കുടുംബത്തെയും കാണുക. അവർക്കും ചെറുതെങ്കിലും വാസയോഗ്യമായ ഒരു വീടുണ്ടായിരുന്നു. അതും പൊളിച്ചു. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തറ കെട്ടിയിട്ട ശേഷം പോയ അൻവറിന്റെ ആളുകൾ പിന്നീട് വന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത്. ഒരു ലോഡ് മണലും സിമന്റും കട്ടയും മെറ്റലും ഇറക്കിപ്പോയി. പിന്നെ ഇതുവഴി കണ്ടിട്ടില്ല. തറ പണിതിട്ട് 6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അൻവർ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ കയറ്റിത്തരാം, നിങ്ങൾ പേടിക്കണ്ട, 4 മാസത്തിന്റെ ഉള്ളിൽ കയറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട്. ഞങ്ങളിൽ കയറ്റാനുള്ള ഒരു ഇതുമില്ല. ആളാണെങ്കിൽ വർത്താനം നേരെ പറയാൻ കഴിയില്ല, ചെവി കേൾക്കില്ല. തീർന്നില്ല. ഇത് പത്മാവതിയും മകനും പാമ്പൂരി സ്വദേശികൾ. സ്വന്തം സമ്പാദ്യം കൊണ്ടാണ് വീടുപണി തുടങ്ങിയത്. പണമില്ലാതെ പണി മുടങ്ങിക്കിടന്നപ്പോഴാണ് അൻവറും അന്നത്തെ DMK പ്രവർത്തകരും വാഗ്ദാനവുമായി വന്നത്. പഴയ തടി ഉരുപ്പടികളും മറ്റും എത്തിച്ച് ചില്ലറ പണികൾ കാട്ടിക്കൂട്ടി ഇതാ ഈ കോലത്തിലാക്കി. വാതിൽ പൊക്കത്തിൽ പണി നിലച്ച് മഴ കൊണ്ട് കിടക്കുന്നു അവരുടെ വീട്.